ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിൻ്റെ ഇൻട്രോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകും ഇതെങ്ങോട്ടായി ഈ പാറക്കെട്ടൊക്കെ കയറി ഇറങ്ങിയിട്ട് പോണേന്ന്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഒരു നാച്ചുറൽ ബ്രിഡ്ജ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ്. അപ്പോൾ നാച്ചുറൽ ബ്രിഡ്ജ് എന്ന് പറയുമ്പം ഇത് പണ്ട് ഈ ഫുള്ള് കടലിൻ്റെ അടിയിലായിരുന്ന ഒരു സ്ഥലമായിരുന്നു ഇത്. പിന്നെ അത് മുകളിലേക്ക് ഇങ്ങനെ കടലിറങ്ങിപ്പോയപ്പോൾ പിന്നെ അത് മുകളിൽ ഇങ്ങനെ കാണാനുള്ളൊരു ഇതായി മാറിയെന്നാണ് നമ്മുടെ കൂടെ വന്ന ഗൈഡ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ ചവിട്ടിപ്പോകുന്ന പാറക്കെട്ട് എന്ന് പറഞ്ഞാൽ സാധാ പാറക്കെട്ടൊന്നുമല്ല, ഫുള്ള് കോറൽസ് ആണ്. കോറൽസ് അതായത് ഡെഡ് കോറൽസ്. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ കാണുന്നതൊക്കെ ലൈവ് കോറൽസുമാണ്. അപ്പോൾ ഇങ്ങനെ ഗോപ്രോ വെള്ളത്തിൽ മുക്കിയപ്പോൾ കണ്ട കാഴ്ചയാണ് ഇത്. ഫുള്ള് നമ്മുടെ ഫിഷ്, എത്ര ഫിഷ് ഉണ്ടെന്ന് അറിയാമോ? ഇതിങ്ങനെ നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വരും. നല്ലൊരു അടിപൊളി ഇതാണ്. പിന്നെ പലതരം ജീവികൾ ഇവിടെ കാണാൻ പറ്റിയിരുന്നു. ഇതാണ് ശംഖ്. ഇത് വലുതായിട്ടാണ് ശംഖ് ആകുന്നത്. പിന്നെ പല പല ജീവികൾ. അപ്പോൾ നമ്മുടെ പാക്കേജിൽ ഇല്ലാതിരുന്നൊരു സ്ഥലമായിരുന്നു ഇത്. അപ്പോൾ അത് നമ്മളെങ്ങനെ അറിഞ്ഞതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഹോട്ടലിലെ റൂമിൽ മെനു കാർഡിൻ്റെ പിറകിൽ ഈ ഒരു പിക്ചർ കണ്ടിട്ട് നമ്മുടെ മാനേജറോട് നമ്മൾ ചോദിക്കുകയാണ് ചെയ്തത്, ടൂർ മാനേജറോട്. അപ്പോൾ അയാൾ പറഞ്ഞു കുറച്ചൊരു ബുദ്ധിമുട്ടാണ് അവിടത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പം അധികം പക്ഷെ കണ്ടു കഴിഞ്ഞാൽ വേർത്തായിട്ടുള്ളൊരു സ്ഥലമാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോവായിരുന്നു. ഏർലി മോർണിംഗ് എണീറ്റിട്ട്. ഇതിന് ശേഷം നമുക്ക് വേറൊരു സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത്, ചിടിയാത്താപ്പ്. ഇത് കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെ കാഴ്ചകൾ കണ്ടിട്ട് നല്ല സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ട്രക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് പാറക്കെട്ട്, അതുമ്മ കയറി ഇറങ്ങി നല്ലൊരു ഇത് തന്നെയായിരുന്നു. ഇപ്പോൾ ആ നാച്ചുറൽ ബ്രിഡ്ജ് എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു വേറെ തന്നെ ഒരു മോഡലിൽ ഇങ്ങനെ ഒരു ആർച്ച് രൂപത്തിലുണ്ടായിരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അത് പണ്ട് കടലിൻ്റെ അടിയിലായിരുന്നു അതൊക്കെ എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു അതിശയം തന്നെയാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ ഈ ഒരു നാച്ചുറൽ ബ്രിഡ്ജ്. ഇതുപോലത്തെ തന്നെ ഇതിൻ്റെ മുന്നോട്ടേക്ക് പോയാലും നമുക്ക് ഇതേ മോഡലിൽ തന്നെ വീണ്ടും ഉണ്ടെന്നാണ് ഗൈഡ് പറഞ്ഞത്. പക്ഷെ അങ്ങോട്ടേക്ക് പോകുന്ന വഴി വളരെ അപകടം പിടിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇവിടെ വരെ പോകാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ അതും കണ്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ബാക്കിയുള്ള കാഴ്ചകളും കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണേ.